നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഒക്ടോബർ മാസം 9-ാം തീയതി 1201 ആണ്ട് കന്നിമാസം 23-ാം തീയതി വ്യാഴാഴ്ച. ഇന്ന് ഉദയ നക്ഷത്രം വന്നിരിക്കുന്നത് ഭരണി നക്ഷത്രമാണ്. ഇപ്പോൾ ഭരണി നക്ഷത്രം ശരിക്ക് ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതല്ല. ഇന്ന് വ്യാഴാഴ്ച ശരിക്കും ഗുരുവിൻ്റെ ദിവസമാണ്, പക്ഷെ നക്ഷത്രം ശുഭമല്ല. അതുകൊണ്ട് ഇന്ന് ആകിലും ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ശുഭകാര്യങ്ങൾക്ക് അത്ര അനുകൂലപ്രദമല്ല. അപ്പോൾ നമുക്ക് നല്ല സമയമല്ല, ഇപ്പോൾ വ്യാഴാഴ്ചയാണ്, നല്ല ഒരു ദിവസമാണ് കിട്ടിയിരിക്കുന്നത് എങ്കിൽ പോലും നക്ഷത്രം ശരിയല്ലാത്തത് കൊണ്ട് നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാതിരിക്കുന്നതാണ് ഉത്തമം. അതുപോലെ കന്നിമാസത്തിലെ ഭരണി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ, വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ അത്ര ഭാഗ്യദായകമായ ഒരു വർഷമല്ല നിങ്ങൾക്കെന്നറിയുക. കാരണം വ്യാഴാഴ്ചയാണ്, നല്ലതാണ്, നമുക്ക് ഗുണഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ്. എങ്കിൽ പോലും ഇപ്പോൾ പറഞ്ഞ നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലപ്രദമായ ഒരു വർഷമല്ല. വ്യാഴശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. വ്യാഴം കൂടുതൽ സമയവും 3-ലാണ് സഞ്ചരിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇതൊക്കെ നമുക്ക് അത്ര കണ്ട് ഗുണപ്രദമായ അവസ്ഥയെ തരത്തില്ല. കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ സാമ്പത്തിക ഇടപാടുകളിൽ നമുക്ക് 50-50 ഫലത്തെ ചിന്തിക്കുന്നതാണ്. എടുത്ത് ചാടി ഒരു കാര്യവും ചെയ്യരുത്. ഓരോ കാര്യങ്ങളിൽ ശ്രദ്ധയോടുകൂടി കൊണ്ടുപോകണം. പ്രത്യേകിച്ച് ധന ഇടപാടുകളിൽ സൂക്ഷിക്കണം. സാമ്പത്തിക കാര്യങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ നേട്ടം വരാതെ വരും, കാര്യതടസ്സം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. നമുക്ക് ഇന്നത്തെ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴോ രാവുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. രാവുകാല സമയം ഉച്ചയ്ക്കാണ്. ശരിക്കും 1:30 മണി മുതൽ 3 മണി വരെ കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും രാവുകാല സമയം 1:41 ആരംഭിക്കും. 3:09 വരെ രാവുകാല സമയമുണ്ട്. ശുഭയാത്രയ്ക്ക് ഈ സമയം എടുക്കരുത്. അതുപോലെ ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കാതിരിക്കുന്നതാണ് ഉത്തമം. അതിൽ ഗുളികകാല സമയം വരുന്നത് 9:14 തൊട്ട് 10:43 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 6:16 തൊട്ട് 7:45 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും നല്ലതല്ല. അതുപോലെ ഇന്നും നമുക്ക് നല്ല ദിവസമല്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും ചില കാര്യങ്ങൾ ഇന്ന് ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കണം. അഭിജിത്ത് മുഹൂർത്തം പ്രത്യേക കവചമാണ്. ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി നിൽക്കുന്നത് എല്ലാ ദിവസവും ഉണ്ട്. അതിൽ ഇതുപോലെ കൊള്ളാത്ത ദിവസങ്ങളിലും നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ. അല്ലെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ ചില ഡോക്യുമെൻറ്റിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ നമുക്കത് നഷ്ടപ്പെടും. അങ്ങനെ വരുന്ന ഒരു കാലഘട്ടം സമയം വരികയാണെങ്കിൽ അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കാം. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:48 തൊട്ട് 48 നേരമുണ്ട് 12:36 വരെ. ഇതിലിടയ്ക്ക് ഒരു 4 മിനിറ്റ് ഒഴിച്ച് 44 മിനിറ്റും നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ വരികയാണെങ്കിൽ ഈ സമയം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. മഞ്ഞ വസ്ത്രമോ മഞ്ഞ മിക്സായിട്ടുള്ളതോ ആയിട്ടുള്ള വസ്ത്രം വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. ഇന്ന് നല്ല ദിവസം അത്ര കണ്ട് നല്ല ദിവസമല്ല എങ്കിലും മഹാഗുരുവിൻ്റെ അനുഗ്രഹത്താൽ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.